തഗ് ലൈഫ്. ഏതോ കാലം ട്രെൻഡ് ഔട്ടായ കൂളിംഗ് ഗ്ലാസും ചങ്ങലയിട്ട സാധനം, അതാണ് ഇപ്പൊ ഇദ്ദേഹം തഗ് ലൈഫ് എന്ന പേരുമായിട്ട് ഇറക്കിയിരിക്കുന്നത്. അത് നമ്മുടെ കമലഹാസനല്ലേ? കമലഹാസനും പ്രൊഡ്യൂസർ ആയിട്ടുണ്ട്. ലെജൻസ് ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സത്യമായിട്ട് വെറും വേസ്റ്റ് ഫിലിം, ഭയങ്കര ബോർ. അങ്ങനെ ആ സീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന അത്രയും കോമഡി സീനാക്കി വെച്ചിരിക്കുന്നു. നസീർ ഉമ്മറിന്റെ ഒക്കെ കാലഘട്ടത്തുള്ള പടം ഉണ്ടല്ലോ, മറ്റേ ആ ടൈപ്പ് സാധനമാണ്. ഇനി പറയാൻ പോകുന്നത് ഈ സിനിമയുടെ കഥയാണ്. സ്പോയിലർ ആണ്, വളരെ മികച്ച ഒരു ഫ്രഷ് കഥയാണ്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. കമലഹാസൻ തകർത്തുണ്ട്. ഒരു റിവെഞ്ച് ബിട്രയൽ ഫിലിമാണ്. ആക്ഷൻ നന്നായിട്ടുണ്ട്, സെന്റിമെന്റ്സ് നന്നായിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. പോസിറ്റീവ് റിവ്യൂ ഇട്ടോളാം. പടം നന്നായിണ്ടോ, ഫസ്റ്റ് ഹാഫ് രസമുണ്ടോ, സെക്കൻഡ് ഹാഫിൽ ആകില്ല, ഇങ്ങനെയാണ് പറയാം. കമലഹാസൻ പടം ഇമോഷൻ സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. കമലഹാസൻ ആക്ഷൻ നന്നായിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു എന്റർടൈനർ. ക്യാഷ് പണിക്കരുടെ ഗുണം തനിക്ക് ലേശമെങ്കിലും കിട്ടാതിരിക്കല്ലോ. എന്നാടാ പണിക്കര ചമ്മുണ്ണ വേസ്റ്റ് ഓഫ് ലൈഫ്, വേസ്റ്റ് ലൈഫ് എന്ന് വേണം പറയാൻ. ഭയങ്കര മോശമാണ് പടം, ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഈ സിനിമയിൽ ഫുൾ പരിപ്പുവട കോൺഫ്ലിക്റ്റ് ആണ്. മണിരത്നത്തിന്റെ സിനിമയാണോ ഇതിനകത്ത് കോൺഫ്ലിക്റ്റ്, പരിപ്പുവട കോൺഫ്ലിക്റ്റ്. എന്താ പറ്റിയത്? ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിന് ഒരു അതിരില്ലേ? ഒരു സിനിമ മോശമോ ഇത്രയും പ്രശ്നമാകും? 3 L കാണാൻ വന്നാണ്. ശരിക്കും 3 G ആണ് തന്നേക്കുന്നത്. നല്ലവണ്ണം മൂജിട്ടുണ്ട്. പടം നല്ല ഫ്ലോപ്പാണ്. ഫ്രഷല്ലേ? മുകളിലൊരു ഇരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പാ. വരട്ടെ. പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, കുഴഞ്ഞു വീണു പോയവൻ. ഫേസ് മേക്കർ വെക്കേണ്ട അവസ്ഥ വന്നു എന്നാ തോന്നുന്നേ. வாழ்க்கை இந்த வாட்டத்துல இருக்குடா. താനിതോടെ ഒന്ന് തെങ്കാശിക്ക് പോകണം.